നമസ്കാരം. നയപ്രഖ്യാപനം 1 മിനിറ്റ് 17 സെക്കൻഡിൽ ഒതുക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാർ ഗവർണർ പോരിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇരുപക്ഷവും ഒരുക്കമല്ല എന്ന് ഇന്നത്തെ നിയമസഭാ നിമിഷങ്ങളിൽ നിന്ന് വ്യക്തം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം തടഞ്ഞും വായ്പാ പരിധി വെട്ടിക്കുറച്ചും കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് നയപ്രഖ്യാപനത്തിൽ ആരോപിക്കുന്നു. അതേസമയം പെൻഷൻ നൽകുന്നതിന് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവ് വേണം എന്ന കേരളത്തിന്റെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ കേന്ദ്രത്തിന്റെ എതിർപ്പ് അവഗണിച്ച് വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പോരോ നാടകമോ? ഗവർണർ നയപ്രഖ്യാപനം വായിക്കാതിരുന്നത് എന്തുകൊണ്ട്? കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു. ക്ഷേമ പെൻഷൻ പ്രതിസന്ധി എന്ന് തീരും? ഈ ചർച്ചയിൽ മുൻ എം പി ശ്രീ എ സമ്പത്ത് CPM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ കെ ഗണേഷ് BJP എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കേണ്ടത് ഗവർണറാണ്, അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ ആ ഉത്തരവാദിത്തം ചെയ്തു എന്ന് വരുത്തതേ ഉള്ളൂ. സാങ്കേതികമായി അദ്ദേഹം നയപ്രഖ്യാപനം നടത്തിയോ എന്ന് ചോദിച്ചാൽ നടത്തി, പക്ഷെ അത് 1 മിനിറ്റും 17 സെക്കൻഡും മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ഈ കാര്യത്തിൽ UDF ആരുടെ പക്ഷത്താണ്? സർക്കാരിന്റെ നയം എൻ്റെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ എൻ്റെ വായിലൂടെ കേൾക്കണ്ട എന്നൊരു ഗവർണർ തീരുമാനിക്കുമ്പോൾ അവിടെ ഗവർണറെ പിന്തുണയ്ക്കാൻ കഴിയുമോ? അല്ല അഭിലാഷേ, ഈ കാര്യത്തിൽ UDF-ഉം കോൺഗ്രസും ഒക്കെ ഗവൺമെന്റിനോടൊപ്പോ അല്ലെങ്കിൽ ഗവർണറോടൊപ്പോ അല്ല. ഞങ്ങൾ വ്യത്യസ്തമായ ഒരു നിലപാടാണല്ലോ സ്വീകരിച്ചത്. ഗവർണർ അങ്ങനെ 1 മിനിറ്റും 17 സെക്കൻഡിൽ നയപ്രഖ്യാപനം അവസാനിപ്പിച്ച് കടന്നുപോയപ്പോൾ അതിനെതിരെ ആദ്യം പ്രതിഷേധിച്ചതും അത് ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞതും UDF-ന്റെ അംഗങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളല്ലേ. അത് കുഴപ്പമില്ല, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനെ മൈൽഡാക്കാൻ നോക്കിയതാരാ? സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് EP ജയരാജനെ പോലുള്ള ആളുകളൊക്കെ അതിലൊരു പ്രതിഷേധമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ പദവിയിൽ ഇരുന്നു കൊണ്ട് ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ ആ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെയാണ്. ഓക്കെ, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ഈ ജനപ്രതിനിധികളെ അഡ്രസ്സ് ചെയ്യാൻ എനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അഭിമാനമുള്ള ഒരാൾ ചെയ്യേണ്ട രീതിക്കായിരുന്നോ അത് ചെയ്തത് എന്ന് നമുക്ക് വലിയ സംശയമുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഗവർണർ വന്നത് പ്രഖ്യാപിക്കേണ്ട പോലും കാര്യമില്ലല്ലോ. അത് ആളുകൾക്കെല്ലാം, പത്രക്കാർക്ക് കൊടുത്ത് ചാനലുകാർക്കും കൊടുത്ത് നേരിട്ട് വായിച്ചാൽ മതിയല്ലോ. അപ്പോൾ ആ കടത്ത് കഴിക്കുന്ന പോലെ ഒരു പരിപാടി നടത്തി കടന്നു പോയപ്പോൾ പ്രതിപക്ഷത്തിന് അതിൽ എതിർപ്പുണ്ട്. അത് ശരിയായ രീതിയല്ല. ഗവർണർ സർക്കാരും തമ്മിൽ കുറേ കാലമായിട്ട് നടക്കുന്ന ചക്രത്തി പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഈഗോ ഉണ്ടെങ്കിൽ ആ ഈഗോ ഭരണഘടനാപരമായ പദവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ, ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ കൊണ്ടുവരാൻ പാടില്ല. ഇത് LKG കുട്ടികളെ പോലെ, വഴക്ക് കൂടുന്ന ആളുകളെ പോലെ മുഖ്യമന്ത്രിയും ഗവർണറും പൂച്ചണ്ട് കൊടുക്കുമ്പോൾ തെക്കോട്ടും വടക്കോട്ടും നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം മിണ്ടുന്നില്ല. ഇത് എത്രയോ പ്രായമായ ആളുകളാണ്, പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ. ഇവർ എത്രയോ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളാണ്. മോശമല്ലേ? ചെറിയ SFI-ക്കാരും KSU-ക്കാരോ അല്ലെങ്കിൽ ABVP-ക്കാരോ ഒക്കെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ രീതിയിൽ കാണാം. ഇത് തീരെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പക്വതയ്ക്ക് ചേർന്ന നിലപാടല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞു. ശരി 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 ശ്രീ കെ ഗണേഷ്, ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. ഓരോ ഘട്ടങ്ങളിലും അതാത് കേന്ദ്ര സർക്കാരുകൾ അവർക്ക് താല്പര്യമുള്ള ആളുകളെയാണ് സംസ്ഥാനത്തേക്ക് ഗവർണർമാരായി അയക്കാറ്. കോൺഗ്രസ് ഭരിക്കുമ്പോഴും നിങ്ങൾ ഭരിക്കുമ്പോഴും ഒക്കെ അതൊക്കെ സാധാരണമായ കാര്യമാണ്. അപ്പോഴും വിവിധ സംസ്ഥാനങ്ങൾ വിവിധ പാർട്ടികളായിരിക്കും ഭരിക്കുക. ആ സർക്കാരുകളുടെ നയം ഗവർണർ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ്. അതിപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം നയമായിക്കൊള്ളണമെന്നില്ല, സർക്കാരിന്റെ നയമാണ്. എൻ്റെ സർക്കാർ എന്ന് പറഞ്ഞിട്ടാണ് അത് അവതരിപ്പിക്കുക. അത് അവതരിപ്പിക്കുന്നതിൽ നിന്ന് ഇന്ന് ഗവർണർ ഒഴിഞ്ഞു മാറിയത് എന്തിനായിരിക്കും? അങ്ങനെ ചെയ്യുന്നതിൽ ഒരു ഇംപ്രോപ്രൈറ്റി ഇല്ലേ, ഒരു അനൗചിത്യമില്ലേ? ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിലൊക്കെ ഇവിടെ ഇപ്പോൾ ജിൻഡോ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം ടിൻഡുമോൻ 3B അല്ലല്ലോ, സംസ്ഥാനത്തിന്റെ ഗവർണർ അല്ലേ? അല്ല, അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓഫീസുമാണ്. അത് ഇതുവരെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനതിനെ കാണുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളെന്ന നിലയിൽ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനകളും വളരെ നിരന്തരം അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങളും അതിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പിന്നെ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിന്, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനം, ആ വിമർശനം ആ നയപ്രഖ്യാപനത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ, ചില ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ. ഗണേഷ്, എല്ലാ കാലത്തും കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്.
ചില ഗവർണർമാർ ആ ഭാഗം സ്കിപ്പ് ചെയ്യാറുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ കേന്ദ്ര വിമർശനം അടങ്ങിയ 3 പാരഗ്രാഫ് ഒഴിവാക്കി വായിക്കായിരുന്നല്ലോ ബാക്കി. അല്ല, അതാ പറഞ്ഞത്. അദ്ദേഹം ഇത്തരത്തിലുള്ള നയപ്രഖ്യാപന പ്രസംഗങ്ങളൊക്കെ മുൻകാലഘട്ടത്തിലും ഇത്തരം സന്ദർഭങ്ങളൊക്കെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വായിച്ചതിന് തുല്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ ഉണ്ടായത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തി എന്ന് തന്നെയാണ്. അത് സർക്കാരിനെ അദ്ദേഹം എന്താ പറയുക, സർക്കാരിനെയും ജനങ്ങളെയും അത് അറിയിക്കുക, ആ പ്രതിഷേധം ഉണ്ട് എന്ന് അറിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഞാൻ അതിൽ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. ഗവർണർ അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ആ പ്രതിഷേധം അറിയിക്കുവാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് നിയമസഭയെ വേദിയാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഗവർണറെ ഉപയോഗിക്കുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് നിന്നു കൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. കാരണം ആ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിന് അദ്ദേഹം അത് ഭംഗിയായിട്ട് ആ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മാറി എന്നതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം നേരത്തെ പറഞ്ഞ്, പക്ഷേ വേറൊരു കാര്യം നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം വളരെ വേഗത്തിൽ അവസാനിപ്പിച്ചതിലുള്ള പ്രതിഷേധം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല ഉണ്ടായിരിക്കുന്നത്. ഈ സർക്കാരിലെ CPM-ന്റെ മറ്റൊരു ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസും അതിന്റെ നേതാക്കന്മാരുമാണ് ഗവർണറെ വിമർശിക്കുവാൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനുള്ള സമീപനമായിരിക്കും അവർ സ്വീകരിച്ചിട്ടുണ്ടാവുക. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ എ സമ്പത്ത്, നോക്കൂ, നയപ്രഖ്യാപനങ്ങൾ നമ്മുടെ നിയമസഭകൾ ധാരാളം കണ്ടിട്ടുണ്ട്. അതിൽ ഗവർണർ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് 1 മിനിറ്റും 17 സെക്കൻഡ് മാത്രം എടുത്ത് ഒരു ഖണ്ഡിക, അവസാനത്തെ ഒരു ഖണ്ഡിക മാത്രം വായിച്ചിട്ട് പോവുക, പൂച്ചെണ്ട് കൊടുക്കുമ്പോൾ പരസ്പരം മുഖ്യമന്ത്രിയും ഗവർണറും നോക്കാതിരിക്കുക, വളരെ അസുഖകരമായ ദൃശ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാതാണെന്ന് സംസ്ഥാനം കണ്ടത്. ഇങ്ങനെ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായിട്ടുള്ള ഗവർണറും ഭരണത്തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയും ഇങ്ങനെ പേഴ്സണലായിട്ട് ഈഗോ കാണിക്കുന്നത് ജനങ്ങൾ കാണുക എന്നൊക്കെ വരുന്നത് മോശമല്ലേ? നോക്കൂ, ഇവിടെ ഈ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവർണറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തമ്മിലുള്ള വിഷയമെന്നോ അതല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള വിഷയമോ എന്നുള്ള നിലയിലല്ല. ഞാനൊരു 2 മിനിറ്റ് എടുത്തോട്ടെ. ഞാൻ മറ്റൊരു ചർച്ചയ്ക്കിടയിൽ നിന്ന് വന്നതുകൊണ്ടുള്ളൊരു ചെറിയ ഒരു ലേശം വൈകിപ്പോയി എന്നുള്ളതിൽ ദയവായി ക്ഷമിക്കണം. ഈ 2019 ആണ്ടിൽ സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി കേരളത്തിൻ്റെ 22ാമത്തെ ഗവർണറായി ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. സെപ്റ്റംബർ മാസം 6-ാം തീയതി 2019 ആണ്ടിൽ അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം, കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി ചുമതല നിർവഹിക്കുന്ന വേളയിൽ ഞാനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ വാറണ്ട് കൊണ്ടു കൊടുക്കുന്നത്. വാറണ്ടെന്നാണ് പറയുക. ആ വാറണ്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമ്മാനിച്ച എന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് എന്തുകൊണ്ട് അദ്ദേഹം ഇത് മുഴുവൻ വായിച്ചില്ല എന്നുള്ളത് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് ഒരു ഔദ്യോഗികമായ കുറിപ്പ് വരാതെ അദ്ദേഹത്തിന് ശാരീരികമായോ മാനസികമായോ ഏതെങ്കിലും വിധത്തിലുള്ള അസുഖമോ അസ്വാസ്ഥ്യമോ, അതല്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് ശബ്ദത്തിൻ്റെ ഇടർച്ച എന്തുമാവാം, അതിപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഇക്കാര്യത്തിൽ പറ്റിയതെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളിനി ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരുന്നു, അദ്ദേഹം നേരത്തെ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രം വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ടത് അല്ല. നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റ് പരിശോധിക്കണം. ശ്രീ എ സമ്പത്ത്, ഗവർണർക്ക് പുറത്തിറങ്ങാൻ വയ്യ. ഗവർണർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ SFIക്കാര് കരിങ്കൊടി കാണിക്കും. ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സെനറ്റിന് യോഗം ചേരാൻ കഴിയുന്നില്ല. ഗവർണർ നിയോഗിച്ചിട്ടുള്ള, ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള സെനറ്റ് അംഗങ്ങളെയൊക്കെ പുറത്ത് തടയും. ഒരു തരത്തിലും ഗവർണറെ സംബന്ധിച്ച് ഗവർണർ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നില്ല. അദ്ദേഹത്തെ അപമാനിക്കുന്നു, അവഹേളിക്കുന്നു, നാട് നീളെ മൈക്ക് കെട്ടി ആക്ഷേപിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സർക്കാരിന്റെ നയം നിങ്ങൾ പറയുന്നത് അച്ചടിച്ച് കൊടുക്കുന്നതൊക്കെ അവിടെ വന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ലല്ലോ. അഭിലാഷ്, എൻ്റെ വിനീതമായൊരു ചോദ്യം. നമ്മൾ ഈ ചർച്ച നടക്കുന്നതിൻ്റെ ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ ആദരണീയായ രാഷ്ട്രപതി ശ്രീമതി മുർമു ഒരു റിപ്പബ്ലിക് ദിന സന്ദേശം, ആ റിപ്പബ്ലിക് ദിന സന്ദേശം ഹിന്ദിയിലാണ് ആ റിപ്പബ്ലിക് ദിന സന്ദേശം വന്നത്. സരസമായ അവരുടെ ആ ഒരു ശൈലിയിൽ അത് വന്നത്, വളരെ ലളിതമായ ഹിന്ദിയിൽ അത്തരത്തിൽ ആ ഒരു സന്ദേശം വന്നത്.
സ്വാഭാവികമായും ആ സന്ദേശം രാഷ്ട്രപതി ഭവനിൽ തയ്യാറാക്കിയതാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ കൂടി അറിവും സമ്മതവും അവരുടെ അംഗീകാരത്തോടും കൂടി ആയിരിക്കുമെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ പാർലമെൻറ്റ്, രാജ്യസഭയും ലോക്സഭയും ആ പാർലമെൻറ്റിൻ്റെ ഒരു ജോയിൻ്റ് സിറ്റിംഗ്, സംയുക്ത സമ്മേളനമല്ല ഞാൻ ഈ പറയുന്നത്, അതായത് ഈ രണ്ട് സഭകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അത്തരത്തിൽ ജോയിൻറ്റ് സെഷൻ അല്ല അത്. അവിടെ നാളെ മറ്റൊരു പ്രധാനമന്ത്രി മറ്റൊരു പാർട്ടികളുടേതായ മുന്നണി അധികാരത്തിൽ വന്ന് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും എല്ലാം ഉണ്ട് എങ്കിൽ അന്ന് ഇതേ നമ്മുടെ രാഷ്ട്രപതി അങ്ങനെ ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തിയാൽ എന്തായിരിക്കും? തനിക്കിഷ്ടമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയുള്ളതല്ല, അതിനുള്ള അധികാരമില്ല എന്ന് 1955 തന്നെ സുപ്രീം കോടതി ഇത് സംബന്ധിച്ചുള്ള ഒരു വിധിന്യായത്തിൽ പരാമർശിച്ചു. ഇല്ല, അദ്ദേഹം വായിക്കാതെ പോയതിനെ സംബന്ധിച്ചില്ല. അദ്ദേഹം തുടക്കം എങ്ങനെയാണ്? ഓണറബിൾ സ്പീക്കർ, ചീഫ് മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സ്, ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ആൻഡ് മെമ്പേഴ്സ്. ഒന്നാമത്തെ ഖണ്ഡിക, ഇറ്റ് ഇസ് മൈ ഓണർ ആൻഡ് പ്രിവിലേജ് ടു അഡ്രസ് ദിസ് ഓഗസ്റ്റ് ബോഡി ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള, മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ദ 10th സെഷൻ ഓഫ് ദ 15th കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആണല്ലോ ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധികളുടെ സഭയെ, അങ്ങനെയുള്ളൊരു ഉത്തുംഗമായ സഭയെ അഭിസംബോധന ചെയ്യുന്നതിന് ഉള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ് പറയുന്നത്. ഈ ജനപ്രതിനിധികൾ ആരോടാണ് മറുപടി പറയേണ്ടത്? ജനങ്ങളോടാണ്. എക്സിക്യൂട്ടീവ് അല്ല എങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭ ആരോടാണ് ഉത്തരം പറയേണ്ടത്? ഈ നിയമസഭയോടാണ്. ഗവർണർ ആരോടാണ് ഉത്തരം പറയുന്നത്? ഗവർണർ ആരോടും ഉത്തരം പറയുന്നില്ല. ഗവർണർ ആരോടും ഉത്തരം പറയേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവർണർമാരുടെയും സങ്കല്പമെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാനായി കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 6ാം ഭാഗത്തിലാണ് ഈ ഗവർണർമാരുടെ അധികാരങ്ങളെ സംബന്ധിച്ചും ചുമതലകളെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്നത്. അവിടെ പ്രതിപാദിച്ചിട്ടില്ല അതുകൊണ്ട് ഇതെൻ്റെ ചുമതല അല്ല എന്നോ, ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് ഇവിടെ ഗവർണറെ, അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭ, അത്തരത്തിൽ ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഞാനാണ്, എന്നെ സഹായിക്കാനാണ് എന്നല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. ജനങ്ങളാണ് പരമാധികാരി. ജനപ്രതിനിധി സഭയോടാണ് ഉത്തരം പറയേണ്ടത്. ശരി, ജനപ്രതിനിധി സഭയോട് ബഹുമാനം കാണിക്കുക എന്നുള്ളതാണ് സാമാന്യമായ രീതി. ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ BJP ആരോപിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള വിമർശനം ഉണ്ടാവുന്നുണ്ട് സ്വാഭാവികമായും. അതുകൊണ്ട് അത് എൻ്റെ വായിലൂടെ വേണ്ട, അങ്ങനെ എന്നെ കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സർക്കാർ നിങ്ങളുടെ രാഷ്ട്രീയ വിമർശനങ്ങൾ വായിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചായിരിക്കുമെന്നാണ് അവരുടെ ഊഹമാണ് കേട്ടോ. കാരണം എന്താണെന്ന് ഇപ്പോൾ ഗവർണർ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം എല്ലാ നയപ്രഖ്യാപന പ്രസംഗങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ, അതായത് കേന്ദ്രവും സംസ്ഥാനവും വ്യത്യസ്ത ഭരണകൂടങ്ങളാണ് ഭരിക്കുന്നത് എങ്കിൽ വിമർശനം ഉണ്ടാകാറുണ്ട്. ഈ നയപ്രഖ്യാപനത്തിലെ വിമർശനം അത്ര രൂക്ഷമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നില്ല. വളരെ എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലഘുവായ വാചകങ്ങളിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പോലും. അങ്ങനെ കേന്ദ്രത്തെക്കുറിച്ചൊരു വാചകം പറയാനുള്ള മടി കൊണ്ടാണ് ഗവർണർ മിണ്ടാതിരുന്നത്, അല്ലെങ്കിൽ ഗവർണർ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല അഭിലാഷേ. അത് എങ്ങനെയാണ് അങ്ങനെ കരുതാൻ പറ്റും? ഇപ്പോൾ BJPയുടെ പ്രതിനിധി തന്നെ ഇവിടെ സംസാരിച്ചില്ലേ, ഗവർണർക്കെതിരെ നിരന്തരം SFIക്കാരെ ഇളക്കി വിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, SFIക്കാർ പ്രതിഷേധിക്കുന്നു, CPM അതിരൂക്ഷമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതൊക്കെ അതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഗവർണർ ഇങ്ങനെ ചെയ്തതെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഗവർണർ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആള് പ്രതിഷേധം അറിയിക്കാൻ അദ്ദേഹം നിരന്തരം ചാനലുകൾക്ക് മുമ്പിൽ വന്ന് ബൈറ്റ് കൊടുക്കുന്നുണ്ട്, പത്രക്കുറിപ്പ് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് പ്രതിഷേധം അറിയിക്കാനായിട്ട് നയപ്രഖ്യാപന പ്രസംഗമായിരുന്നോ, ആ വേദിയായിരുന്നോ തിരഞ്ഞെടുക്കേണ്ടിരുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അത് ചെയ്തത് ഒരു പക്വതയില്ലാത്ത നിലപാടായിരുന്നു. രണ്ടാമത് BJP പ്രതിനിധി പറഞ്ഞത് രാഷ്ട്രീയ പ്രസംഗം കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു, മുൻപ് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കിയെന്ന്. ഇതേ ഗവർണർ തന്നെ ഇതിനു മുമ്പ് ഇദ്ദേഹം ഇവിടെ ചാർജ് എടുത്ത കാലം മുതൽ ഇദ്ദേഹത്തിനെതിരെ ആദ്യഘട്ടത്തിൽ ഗവർണർ ഗോ ബാക്ക് എന്ന് വിളിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ അംഗങ്ങളാണ് ഈ ഗവർണർക്കെതിരെ ആദ്യം രംഗത്ത് വന്നത്. അന്ന് പ്രതിപക്ഷം ഗവർണർക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ ആ പ്രമേയത്തെ ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് അഭിമാനം പൂണ്ടതാര AK ബാലൻ എന്ന് പറഞ്ഞ CPMന്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ്. 2020 ജനുവരി 29 അത് കഴിഞ്ഞ് ഗവർണറും സർക്കാരും തമ്മിൽ പോരുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം ഞങ്ങൾ പ്രതിപക്ഷം വരുത്തി തീർക്കാൻ നോക്കുന്നുവെന്ന്. ഏത് ഗവർണറും സർക്കാരും തമ്മിൽ പോരുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമത്തെ സർക്കാരും ഗവർണറും കൂടി പൊളിച്ചടക്കിയെന്ന് ഇതേ AK ബാലൻ തന്നെ 2022 ഫെബ്രുവരി 18 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിരന്തരമായിട്ട് പ്രതിപക്ഷം ഗവർണർക്കെതിരെയും സർക്കാരിനെതിരെയും ഇവരുടെ കൂട്ടുകച്ചവടത്തിനെതിരെയും പ്രതിഷേധിക്കുമ്പോൾ, പ്രതിരോധം ഉയർത്തുമ്പോഴൊക്കെ ഈ ഗവർണറെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാരും ഗവർണറും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ
ബായി ആണെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരുന്നത് CPM ആണ്. പിന്നെ എന്തിന്റെ പേരിലാണ് ഇന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കിക്കൊണ്ട് കടന്നുപോയത്? എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് കുറെ കൂടി വ്യക്തമായിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞാൽ കുറെ കൂടി നമുക്ക് മനസ്സിലാകും. ഇനി ഇതേ ഗവർണർ ഈ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് മൈ ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ എത്രത്തോളം ആക്ഷേപിച്ചിട്ടുണ്ട് ഈ ഗവർണർ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ VC-യുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ എത്തരത്തിലുള്ള നിലപാടാണ് ഗവർണർ എടുത്തത്? ഗവർണറെ പിന്തുണയ്ക്കുന്ന നിലപാട് CPM എടുത്തു. ഗവർണറും CPM-ഉം കൂടി ഗോപിനാഥ് രവീന്ദ്രനെ നിശ്ചയിച്ചതിന് ശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബെഞ്ച് ഓഫ് തോട്ട്സ് RSSന്റെ ചിന്താധാര പഠിപ്പിക്കാനായിട്ട് അവിടെ തീരുമാനിച്ചില്ലേ? അപ്പോൾ സംഘവൽക്കരണവും സഖാവുവൽക്കരണവും ഒക്കെ ഒന്നിച്ച് നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ തമ്മിൽ തെറ്റാനുള്ള രാഷ്ട്രീയ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. അതൊന്ന് പറഞ്ഞു തന്നാൽ കുറെ കൂടി വ്യക്തമാകും. ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ശ്രീ K. ഗണേഷ്, ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഈ പ്രശ്നമുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്. അതായത് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഗവർണർമാർ സാധാരണ നിലയിലുള്ള ഔചിത്യം വിട്ടുപെരുമാറുന്നതും രാഷ്ട്രീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുവരികയാണ്. അപ്പം അതിൻ്റെ ഒരു അവസാനത്തെ അധ്യായമായി ഈ സംഗതിയെ കണ്ടാൽ മതിയോ? ഈ നയപ്രഖ്യാപനത്തിന്റെ തന്നെ അവസാനത്തെ പാരഗ്രാഫ്, ഗവർണർ വായിച്ചിട്ടുള്ള പാരഗ്രാഫിൽ തന്നെ പറയുന്നത് ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവണം, അങ്ങനെ ഒരു സഹകരണ ഫെഡറലിസത്തിന്റെ അന്തസത്ത ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ നയപ്രഖ്യാപനം അവസാനിക്കുന്നത് തന്നെ. അപ്പോൾ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്രം അപ്പോയിന്റ് ചെയ്ത ഗവർണർമാർ സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സ്വാഭാവികമായും ആരോപണം വരും. അല്ല, അങ്ങനെ ആരോപണം വരാൻ സാധ്യതയുണ്ട്. അതിലല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ ചോദിപ്പിച്ചു, ഇവിടെ ഗവർണർ ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം വരുന്ന സമയത്ത് ഇവിടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ആരോപണമാണോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ അദ്ദേഹം ചാൻസലറായിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഈ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ചില രാഷ്ട്രീയ വൽക്കരണമായ പരിപാടികൾ, അതേപോലെ തന്നെ പിൻവാതിൽ നിയമനങ്ങൾ, ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഇത്തരം വിഷയങ്ങൾ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളുടെ അത് കഴിഞ്ഞ് BJP-യുടെ ഓഫീസിൽ നിന്നുള്ള പട്ടിക അനുസരിച്ചാണ് അദ്ദേഹം, അതായത് CPM-ന്റെ രാഷ്ട്രീയവൽക്കരണത്തെ എതിർത്ത് അദ്ദേഹത്തിന് ഒരു ചാൻസ് ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം വന്നപ്പോൾ അദ്ദേഹം ചെയ്തത് BJP ഓഫീസിൽ നിന്നുള്ള കടലാസ് അനുസരിച്ചിട്ട് സെനറ്റിലേക്ക് നോമിനേഷൻ നടത്തുകയാണ് ചെയ്തത്, അതും മാനദണ്ഡങ്ങൾ പാലിക്കാതെ. അപ്പോൾ ഒരു കൈകൊണ്ട് ചെയ്യുക, ഒരു കൈകൊണ്ട് തടയുക എന്നുള്ള സമീപനം എങ്ങനെ പറ്റും? അല്ല, സെനറ്റിലേക്ക് വരുന്നത് പോലെയാണോ അധ്യാപകനെ നിയമിക്കുന്നത്? BJP ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിൽ എങ്ങനെയാണ് അതിൽ കോൺഗ്രസ് അനുകൂല സംഘടനകളും ലീഗ് പെട്ട ആളുകളൊക്കെ അതിലുണ്ടാവുന്നത്? BJP ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു ലിസ്റ്റും ആർക്കും കൊടുത്തിട്ടില്ല. നേരത്തെ ഈ ഒരേ സെനറ്റിലേക്ക് കൊടുക്കുന്നതും പിൻവാതിൽ വഴി അധ്യാപന നിയമനം നടത്തുന്നതും ഒന്നായിട്ട് അഭിലാഷിനെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഔദ്യോഗികമായ പ്രതിപക്ഷമാണ് കോൺഗ്രസ്. അവരാണോ ഈ സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്? ഈ സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള, പ്രത്യേകിച്ച് അദ്ദേഹം ചാൻസലർ ആയിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരികയും അതിനുവേണ്ടി ശക്തമായി അദ്ദേഹം പോരടിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആ വിഷയം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എങ്കിൽ അവർ ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം അദ്ദേഹം സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവസാന ഇത് മാത്രം വായിക്കുന്ന സമയത്ത് അതിൽ പ്രതിഷേധം അറിയിക്കുന്നത് ഈ സർക്കാരിൽപ്പെട്ട ആളുകളല്ല, ഈ സർക്കാരിനെ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പ്രതിപക്ഷ പാർട്ടിയും പ്രതിപക്ഷ നേതാവുമാണ് എന്ന് ഞാൻ തുടക്കം തന്നെ പറഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെയാണ്. ഈ സർക്കാരിനെതിരെ ഒരു അസ്ഥിരപ്പെടുത്തുന്ന സമീപനത്തിനും ഈ ഗവൺമെന്റ് നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സർക്കാരിന്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ചാൻസലർ ആയിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന സമീപനങ്ങൾക്കെതിരെയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹം ഈ സർക്കാരിനെതിരെ പോരാട്ടം നടത്തിയത്. അല്ലാതെ ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു നടപടിയും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ ഈ BJP സർക്കാർ ഒരിക്കലും, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന സംഘടന ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതിനെ പിന്തുണയ്ക്കുന്ന സമീപനവും ഒരു കാലഘട്ടത്തിലും എടുക്കുക, കേരളത്തിൽ എന്നല്ല ഒരു സ്ഥലത്തും എടുക്കുന്ന സമീപനം എടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുന്ന പാർട്ടിയാണ്. ഒരു സംശയവും വേണ്ട. അങ്ങനത്തെ ഒരു നടപടികളും ബംഗാളിൽ സ്വീകരിച്ചിട്ടില്ല, തമിഴ്നാട്ടിൽ സ്വീകരിച്ചിട്ടില്ല, പിന്നെ കേരളത്തിലും ഒരു കാരണവശാലും ഞങ്ങൾ സ്വീകരിക്കാനുള്ള ഒരുക്കവുമില്ല. ശരി, ഓക്കെ. ശ്രീ എ. സമ്പത്ത്, ഇനിയിപ്പോൾ നമ്മൾ ഈ ഗവർണർ വായിക്കാത്ത നയപ്രഖ്യാപനത്തിൽ അതിശക്തമായ കേന്ദ്ര വിമർശനം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയും കാണാൻ കഴിയില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം തടഞ്ഞു വെക്കുന്നു, വായ്പാ പരിധി വെട്ടിക്കുറച്ചതുകൊണ്ട് ശ്വാസ
ശ്വാസം മുട്ടുന്നു എന്നൊക്കെയുള്ള വളരെ എന്താ പറയാ ഒന്ന് മിതപ്പെടുത്തിയിട്ടുള്ള ചില പരാമർശങ്ങളും പിന്നെ അവസാനം കാര്യമൊന്നും പറയാതെ കെട്ടിടങ്ങളും മന്ദിരങ്ങളും അല്ല ഇന്ത്യക്ക് വേണ്ടത് എന്നൊക്കെ ഈ പറഞ്ഞ അയോധ്യ വിഷയത്തേക്ക് ആനുഷംഗികമായി ഒന്ന് പരാമർശിച്ചു പോകുന്നതിനപ്പുറത്ത് അതിരൂക്ഷമായ, അതായത് ഒരു ഗവർണർക്ക് വായിക്കാൻ പറ്റാത്തതോ ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സ്തബ്ധനായി പോകുന്നതോ ഒന്നും ആയിട്ടുള്ള ഒരു ഉള്ളടക്കവും ഇതിനകത്തില്ല. ചില ഘട്ടങ്ങളിലൊക്കെ രൂക്ഷമായ കേന്ദ്ര വിമർശനവും നയപ്രഖ്യാപനങ്ങളിലും ബജറ്റുകളിലും ഇടം പിടിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കേന്ദ്രത്തെ വിമർശിക്കുന്നത് കുറച്ച് പതുക്കെ മതി അല്ലെങ്കിൽ കുറച്ചൊന്ന് പൊതിഞ്ഞു മതി എന്നുള്ളത് തീരുമാനമാണോ? അഭിലാഷേ, ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് BJPയുടെ പ്രതിനിധി ശ്രീ ഗണേഷാണല്ലോ പങ്കെടുത്തത്. അദ്ദേഹം പറഞ്ഞ് ഇതെല്ലാം അദ്ദേഹം ഫലിപ്പിച്ചത് ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ അച്ഛൻ പത്തായത്തിലും ഇല്ല, അച്ഛൻ പത്തായത്തിലും ഇല്ല എന്ന് കുട്ടി പറയുന്നത് പോലെയാണ്. അദ്ദേഹം വല്ലാതെ ഈ ഗവർണർമാരെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് പോലെ ഗവർണർമാർക്കും രാജ്ഭവനും, ഞാൻ ഗവർണർന്ന് മാത്രം പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫിലുള്ളവരും അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സും അനൗദ്യോഗികമായ ഉപദേശികളും ഒക്കെ ആയിട്ടുണ്ടല്ലോ, അവർക്ക് നൊന്തില്ലെങ്കിലും നോവുന്നത് BJPക്കാണ് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ബോധ്യപ്പെടുകയാണ്. വേട്ടയ്ക്കായി അഴിച്ചുവിടുന്നതായിട്ടുള്ള നരഭോജിക്ക് അവന് വല്ലാതെ മുരളുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് വേദനിച്ചുവെങ്കിൽ അമ്പേറ്റു എന്നുള്ളതാണ്. ഇവിടെ ഈ നയപ്രഖ്യാപന പ്രസംഗം ഇന്നിപ്പോൾ ഇത് ഈ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഇത് കവലപ്രസംഗം പോലെയാണെന്നാണ്. അപ്പുറത്ത് കോൺഗ്രസിൻ്റെ ചങ്ങാതിമാർ ചില ചർച്ചകളിൽ പറയുന്നത് ഇതിലൊന്നും വേണ്ടത്ര അത്തരത്തിൽ വല്ലാതെ ഇതിലൊരു ആക്രമണ സ്വഭാവം വന്നില്ല എന്നാണ്. ഇവർ രണ്ടുപേരും പറയുന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ശരിക്കും ഇതിലുള്ള പദപ്രയോഗങ്ങൾ മാന്യമായി ആ കാര്യത്തിൽ പാർലമെൻ്ററി ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഒരു ഗവർണറോട് കാണിക്കാവുന്ന മര്യാദ, ഒരു നിയമസഭയോട് കാണിക്കേണ്ടതായ മര്യാദ, ഇതാ ആദ്യത്തെ ആ വാചകം ഞാൻ വായിച്ചുവല്ലോ, മലയാള പരിഭാഷ ഇതാണ്. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് കേരളത്തിലെ ജനപ്രതിനിധികളുടെ ഈ മഹനീയ സഭയെ അഭിസംബോധന ചെയ്യുന്നത് ബഹുമതിയായും സവിശേഷാധികാരമായും ഞാൻ കരുതുന്നു എന്നുള്ളതാണല്ലോ മലയാള പരിഭാഷ. ആണല്ലോ. അതിന്റെ അവസാനം അഭിലാഷ് പറഞ്ഞതുപോലെ നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹ്യനീതി എന്ന കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്നും നമുക്കോർക്കാം. ഇക്കാലം അത്രയും നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിൻ്റെ, കോഓപ്പറേറ്റീവ് ഫെഡറലിസം അന്തസത്തയാണ്. ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വൈവിധ്യവും വർണ്ണാഭവുമായ രാഷ്ട്രത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നാം ഒത്തൊരുമിച്ച് നമ്മുടെ പന്ഥാവിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്വമുള്ള പ്രതിരോധ ശേഷിയുടെയും വർണ്ണകമ്പളം നെയ്തെടുക്കാം. ജയ് ഹിന്ദ്. അല്ല, ഇത് വളരെ ആലങ്കാരികമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് മലയാള ഭാഷ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിലെ ഓരോ വാക്കും ഓരോ വാചകവും അതിൻ്റെ അർത്ഥവ്യാപ്തിയും മനസ്സിലാകും. ഇനി മലയാള ഭാഷ മനസ്സിലാകാത്ത ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ളവർക്ക് ഇംഗ്ലീഷിൽ അച്ചടിച്ചു കൊടുത്തിട്ടുള്ളത് അത് വായിച്ചാൽ മനസ്സിലാകും. ഇവിടെ എന്താണ്, ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിൻ്റെ, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 75ാമത് വാർഷികത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാളെ ഈ ത്രിവർണ്ണ പതാക ഉയർത്തപ്പെടുന്നതോടുകൂടി 75ാം വാർഷികത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 75ാമത് വാർഷികത്തിൻ്റെ തലേന്ന് ഇത്തരത്തിൽ കേരള നിയമസഭ, ആ നിയമസഭയിലുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗം, അതിന്റെ അർത്ഥം എന്നത് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അർത്ഥത്തിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് കുറെ കൂടി സ്ട്രൈറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൂടായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പൊ നോക്കൂ, ഇപ്പോൾ നേരത്തെ EP ജയരാജൻ പ്രഖ്യാപിച്ചത് എന്താണ്? LDF എന്നുള്ള നിലയിൽ തന്നെ 8ാം തീയതി, ഫെബ്രുവരി മാസം 8ാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ പ്രതിഷേധ സമരം നടത്തും എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് ഫെഡറലിസത്തെ കുറിച്ചുള്ള സമ്മേളനമായി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രതിഷേധ സമ്മേളനവും പ്രതിഷേധ സമരവും രണ്ടാണല്ലോ. ഭരണവും സമരവും എന്ന് പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് വേണമെങ്കിൽ ഡൽഹി പോയി സമരം ഇരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സമരം എന്ന് ആദ്യം തീരുമാനിച്ചിട്ട് എന്നാ പിന്നെ സമരം വേണ്ട, സമ്മേളനമാക്കാം എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് പറയാലോ. ഒരു പോരാട്ടത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പദപ്രയോഗം, ഗണേഷിൻ്റെ പദപ്രയോഗം ഞാൻ കടമെടുക്കുകയല്ല കേട്ടോ. ഗവർണറുടെ പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ ഈ ഗവർണർ എങ്ങനെ ഒരു പോരാളി, ഗവർണർ പദവി എന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്, ഒരു ഭരണഘടനാപരമായ പദവി വഹിക്കുന്നയാൾ. ഇന്നിപ്പോൾ അദ്ദേഹം ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കുന്ന വേളയിൽ രോഹിൻടൺ നരിമാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് അതിലിപ്പോൾ നമ്മൾ പഴയ ഈ ആട്ടുംകുട്ടിയോട് ചെന്നായ കൊന്നു തിന്നുന്നതിന് മുമ്പ് പറഞ്ഞൊരു ന്യായമുണ്ടല്ലോ, നീ അല്ലെങ്കിൽ നിൻ്റെ പിതാവാണ് വെള്ളം കലക്കിയത് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പോലും പറയുന്ന നിലയിലേക്ക് അദ്ദേഹം
ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ എത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നവരടക്കം പരിശോധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇതിൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആരുമായും തർക്കത്തിനോ വിവാദത്തിനോ അല്ല LDF ആഗ്രഹിക്കുന്നത്. കേരളം മുന്നോട്ട് പോകണം, അതിവേഗം കേരളം മുന്നോട്ട് പോകാനുണ്ട്. കേരളത്തിന് ലഭിക്കേണ്ടത് ലഭിക്കണം. ലഭിച്ചുകൊണ്ടിരുന്നത് വെട്ടിച്ചുരുക്കപ്പെട്ടു. ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കുകയാണ്. ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭരണഘടനയിൽ തന്നെ ഭരണപരമായി ധനകാര്യപരമായി ഒക്കെയുള്ള നിരവധി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം സഹകരണ ഫെഡറൽ തത്വങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം. അത് സഹകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ശക്തമായ സംസ്ഥാനങ്ങളും സംതൃപ്തമായ സംസ്ഥാനങ്ങളും സുശക്തമായ കേന്ദ്രം, ആ യൂണിയൻ ഗവൺമെൻറ്, അങ്ങനെയാണത് പോകേണ്ടത്. അല്ലാതെ ഈ പണ്ട് കാലത്ത് വൈസ്രോയുടെ കാലത്ത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏജൻറ്റുമാരായി അത്തരത്തിൽ ഇവിടെ നമ്മൾ റെസിഡൻറ്റുമാരെ വെച്ചിരുന്നത് പോലെ ഈ രാജ്ഭവനുകളിൽ അത്തരത്തിൽ ഏജൻറ്റുമാരെ നിയോഗിക്കുന്ന നിലയിലേക്ക് വരിക എന്നുള്ളത് ശരിയല്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ വിവിധ പ്രതിപക്ഷ കക്ഷികൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ രാജ്ഭവനുകളെല്ലാം തന്നെ രാഷ്ട്രീയ ഉപജാപങ്ങളുടെ വിഷമുട്ടകൾ അത്തരത്തിൽ അത് വിരിയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര ായി മാറുന്നുവെങ്കിൽ അത് തെറ്റാണ്. നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനായി നമുക്ക് കഴിയണം. ജനങ്ങളാണ് പരമാധികാരികൾ. ശരി, ഓക്കെ. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഈ നയപ്രഖ്യാപനത്തിൽ ഉന്നയിച്ചിരിക്കുന്ന വിമർശനങ്ങളുണ്ടല്ലോ. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം തടഞ്ഞു വെക്കുന്നു, വായ്പാ പരിധി വെട്ടിക്കുറച്ചതുകൊണ്ട് കേരളം സാമ്പത്തികമായി ശ്വാസം മുട്ടുന്നു. അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സഹകരണ ഫെഡറലിസത്തിന്റെ അന്തസത്ത സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതാണ് ഗവർണർ വായിക്കാതിരുന്നതും ഈ പറഞ്ഞ ഈ കണ്ടന്റ്. അതുകൊണ്ടാണ് വായിക്കാതിരുന്നതെന്നല്ല ഞാൻ പറയുന്നത്, ഈ കാര്യം വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ആ കാര്യത്തിൽ കേരളത്തിന്റെ മാത്രം പ്രശ്നമായിരിക്കില്ലല്ലോ, ഇതര സംസ്ഥാനങ്ങൾക്കും ആ പ്രശ്നം ഉണ്ടാകും. ആ കാര്യത്തിൽ സർക്കാരിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? അഭിലാഷ്, ഞാൻ ആ ചോദ്യത്തിലേക്ക് ഉറപ്പായിട്ടും വരാം. അതിനു മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യത്തിൽ ബഹുമാന്യനായ സമ്പത്തിനോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. ഇതേ ഗവർണർ 2022 ഫെബ്രുവരി 18 നയപ്രഖ്യാപനം നടത്തി. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ AK ബാലൻ പറഞ്ഞത് സർക്കാരും ഗവർണറും രണ്ട് തട്ടിലാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ തട്ടിലാണ് എന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. അതിനുശേഷം 2023 ജനുവരി 26 ഗവർണർ പറയുന്നുണ്ട് ഇതെൻ്റെ കൂടി സർക്കാർ, അതുകൊണ്ട് ഞാൻ നയപ്രഖ്യാപനം വായിക്കും എന്ന് പറഞ്ഞ് നയപ്രഖ്യാപനം വായിക്കുന്നുണ്ട്. 2023 ജനുവരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ്. കൃത്യം ഒരു വർഷം മുമ്പ് ഇവർ തമ്മിൽ വലിയ തർക്കമില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ നിയമിക്കുന്ന സമയത്ത് തർക്കമില്ല. ഗവർണറുടെ ആവശ്യപ്രകാരം RSSകാരനായിട്ടുള്ള ഹരിയേഷ് കർത്തയെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ നിയമിച്ചു കൊടുക്കാൻ പിണറായി സർക്കാരിന് തർക്കമുണ്ടായില്ല. പിൻവാതിൽ നിയമനങ്ങൾ നടത്തുമ്പോൾ യൂണിവേഴ്സിറ്റികൾ അടക്കം നടത്തുമ്പോൾ ഗവർണർ നോക്കിയിരുന്നു, അന്നേരം ഒന്നും ഒരു തർക്കമില്ല. ഗവർണർക്ക് പ്ലഷർ പോയതിന്റെ പേരിൽ ഉന്നത ഉദ്യോഗസ്ഥൻ, അതായത് ജ്യോതിലാൽ എന്ന് പറഞ്ഞ പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ മാറ്റിക്കൊടുക്കുന്ന നിലപാട് വരെ ഈ സർക്കാർ എടുത്തു. ഇത് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്തും ഗവർണറുടെ ഓഫീസ് ആവശ്യപ്പെടുന്ന തുകകളെല്ലാം ട്രഷറി നിയന്ത്രണങ്ങൾ മറികടന്നുകൊണ്ട് തന്നെ അനുവദിക്കുന്ന രീതിയിലേക്കും ഈ സർക്കാരുകൾ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിയത് എന്ന എൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് ഇതേവരെ ഇവരാരും മറുപടി പറഞ്ഞില്ല. ഇനി രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ ഉത്തരത്തിലേക്ക് വരാം. അതിന് സമ്പത്ത് പറഞ്ഞൊരു മറുപടിയുണ്ട്. ആരുമായി ഒരു തർക്കത്തിനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, LDF വിവാദത്തിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നാളിതുവരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്ത് പരിപാടിയാണ്? നിങ്ങൾ പറഞ്ഞല്ലോ ഡൽഹിയിലേക്ക്, ആദ്യം നിങ്ങൾ പറഞ്ഞ നവകേരള സദസ്സിന്റെ പരിപാടി അവസാനിപ്പിച്ചാൽ പിന്നെ ആ 1,05,00,000 ബസ് നേരെ ഡൽഹി കൊണ്ടുപോയി പാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞേ. എന്നിട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റിൽ മുഖ്യമന്ത്രി ഇറങ്ങി പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞേ. അവിടെ സമരം നടത്തുമെന്ന് പറഞ്ഞേ. പിന്നെ എങ്ങനെയാ അതൊരു സമ്മേളനമായിട്ട് മാറുന്നത്? സമരവും സമ്മേളനവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് പല രീതിയിലാകാം. പക്ഷേ അതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്കിനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ സമരം നടത്തുന്നത്, നിങ്ങൾ അതിൻ്റെ കാരണങ്ങൾ സമ്പത്ത് പറഞ്ഞാണ് ഏറ്റവും വലിയ രസകരം. കേരളത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ കിട്ടിയില്ല, പരിഗണന കിട്ടിയില്ല. പരിഗണനകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സമ്മേളനം നടത്തുന്നതെന്ന. ഞാൻ ഒരൊറ്റ കാര്യം താങ്കളോട് ചോദിക്കട്ടെ, എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് കേരള സർക്കാർ പ്രത്യേക പദവി നൽകിക്കൊണ്ട് ക്യാബിനറ്റ് റാങ്കോടുകൂടി താങ്കളെ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചല്ലോ. താങ്കൾ എന്ത് സേവനമാണ് കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു സംസാരം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ടോക്ക് നടത്തിക്കൊണ്ട് കേരളത്തിന് വേണ്ടി നേടിക്കൊടുത്തത്? അതിനുശേഷം വേണു രാജാമണിയെ നിയമിച്ചില്ലേ, KV തോമസിനെ നിയമിച്ചില്ലേ? ലക്ഷക്കണക്കിന് രൂപ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഓണറേറിയം തന്നുകൊണ്ടും നിങ്ങളുടെ സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ടും ഒക്കെ കോടിക്കണക്കിന് രൂപ കേരളത്തിന് ചെലവഴിച്ചില്ലേ? കേന്ദ്ര കേരള സഹകരണം എന്തൊക്കെയാണ് നിങ്ങൾ ഉറപ്പുവരുത്തിയതെന്ന് പറയണ്ടേ? നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് വേണ്ടത്ര ആനുകൂല്യങ്ങൾ കേരളത്തിന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൽ ഒന്നാമത്തെ കക്ഷി സമ്പത്തല്ലേ? രണ്ടാമത്തെ
രണ്ടാമത്തെ കക്ഷി കെ വി തോമസ് അല്ലേ, വേണു രാജാമണി അല്ലേ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെയൊക്കെ പൊതുപണം ചെലവഴിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ നിയമിച്ചത്? അതുകൂടി നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരല്ലേ? എന്നിട്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം പോലും. അങ്ങനെയാണെങ്കിൽ സമരം നടത്താൻ പോകുന്ന മുഖ്യമന്ത്രി ഈ 8 വർഷത്തിനൊരിക്കൽ പോലും കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനെതിരെ നരേന്ദ്രമോദിയുടെ സർക്കാർ എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഉന്നയിച്ചിട്ടില്ല. മകളുടെ കമ്പനിയെ കുറിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ പെട്ടെന്ന് ജ്യോതി ബസു അനുസ്മരണം മാറ്റിവെച്ചുകൊണ്ട്, കൽക്കട്ട യാത്ര മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയി കൈകൂപ്പി മോദിജി എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു, യാത്രയാക്കുന്നു. എന്തൊക്കെയാണ് നടത്തുന്നത്? അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സമരം മാറ്റി സമ്മേളനമാക്കി മാറ്റുന്നു. എന്താണ് ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ പിണറായി സർക്കാർ മോദിയുമായിട്ട് BJPയുമായിട്ട് സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നു, സമരസപ്പെട്ടിരിക്കുന്നു എന്നല്ലേ? അതുകൊണ്ട് കോൺഗ്രസിന് ഇതിൽ വ്യത്യസ്തമായ നിലപാടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വിവേചനമുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ കേരളത്തിന്റെ പ്രത്യേക സാമ്പത്തിക സാഹചര്യം പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ സാഹചര്യം എന്താണെന്ന് ഒരു ധവളപത്രം ഇറക്കാൻ നാളിതുവരെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് കേരളത്തിന്റെ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? കേന്ദ്ര ധനകാര്യമന്ത്രിയും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും പത്രസമ്മേളനത്തിൽ പറയുന്നതല്ലാതെ ഇവരെ രണ്ടുപേരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് ഏതാണ് സത്യമെന്ന് നമ്മൾക്ക് അറിയണ്ടേ? ധവളപത്രം ഇറക്ക്. എന്താണ് രാഷ്ട്രീയ സാഹചര്യം, എന്താണ് ഇവിടുത്തെ സാമ്പത്തിക സാഹചര്യം? ട്രഷറി പൂട്ടാൻ പോയിട്ടും ഇവരുടെ പത്രസമ്മേളനങ്ങൾക്ക് അപ്പുറം വസ്തുതകൾ നിരത്തിക്കൊണ്ട് പറയാൻ ഇവർക്ക് എന്താണുള്ളതെന്ന് നമുക്കറിയണ്ടേ അഭിലാഷേ? ശരി, അതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം. ശ്രീ എ സമ്പത്ത്, ഒന്ന്, കേരളത്തിന്റെ പ്രതിനിധികൾ എന്ത് വാങ്ങി തന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാം, താങ്കൾക്ക് ഉത്തരം പറയാം. അതിനോടൊപ്പം ഇവിടെ ഉയർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയമുണ്ടല്ലോ. കേന്ദ്രം വലിയ തോതിൽ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഈ പ്രതികരണം മതിയോ? വളരെ ശക്തമായ പ്രതികരണം ഉയർത്താൻ മടിക്കുന്നുണ്ടോ? സമരം പ്രഖ്യാപിച്ചത് അത് സമ്മേളനമായി മാറിയോ? നയപ്രഖ്യാപനത്തിലെ വാക്കുകൾ മൈൽഡായി പോയോ? ഈ കാര്യത്തിലൊക്കെ ഒരു പിടുത്തമുണ്ടോ? ഇവിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും യാത്ര അയക്കാനും വന്നതടക്കം സൂചിപ്പിച്ചിട്ടാണ് ആ വിമർശനം. അഭിലാഷേ, ഈ പ്രായത്തിൻ്റെ കുറവ് കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയുന്നതിനെല്ലാം അതേ ഭാഷയിൽ തന്നെ തിരിച്ചു മറുപടി പറയാനായി എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇത് ചില രാഷ്ട്രീയ യോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുന്നത് പോലെ മാതൃഭൂമിയുടെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചർച്ചയിൽ വന്നിരുന്നിട്ട് വ്യക്തിപരമായി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് പോയാൽ തിരിച്ചും അതുപോലെ വ്യക്തിപരമായി തന്നെ ഞാൻ പറയും എന്ന് തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ ഞാൻ ആ പള്ളിക്കൂടത്തിലല്ല പഠിച്ചത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം നമ്മളൊരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു, ആ ചർച്ചയിൽ നിന്ന് കാര്യങ്ങൾ വഴിതെറ്റിച്ച് കൊണ്ടുപോകണമെന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് പ്രത്യേകം എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. അദ്ദേഹം അത്തരത്തിലുള്ളൊരു മിഥ്യാലോകത്ത് ആറാടിക്കൊണ്ടേ ഇരിക്കട്ടെ. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെയോ KPCCയുടെ പ്രസിഡൻറ്റിനെയോ ഒന്നും ഏതെങ്കിലും വിധത്തിൽ ആക്ഷേപിക്കാനും ഞാൻ ഈ വേള ഉപയോഗിക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞതിൽ, വ്യക്തിപരമായി പറഞ്ഞതിന് എല്ലാത്തിനും മറുപടി പറയുന്നില്ലെങ്കിലും കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ അവരും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലാക്കുന്നതിന് വേണ്ടി പ്രോട്ടോക്കോൾ എന്നുള്ളത് IAS ഉദ്യോഗസ്ഥർ നടത്തുന്നതല്ലാതെ ഒരു സഭയിൽ അംഗങ്ങളായിരുന്നവർ അവർ തമ്മിലുള്ള വ്യക്തിബന്ധം അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒക്കെ പ്രത്യേക പ്രതിനിധികളെ നിയോഗിക്കാറുണ്ട്. കേരള സംസ്ഥാന ഗവൺമെൻറ്റും അതേ ചെയ്തിട്ടുള്ളൂ. 4 പ്രത്യേക പ്രതിനിധികളുള്ള സംസ്ഥാനമുണ്ട്. എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പറ്റുള്ളെങ്കിൽ അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം, ഒരു ദിവസം ഇവിടെ ഇരുന്നിട്ടോ. 3 പ്രത്യേക പ്രതിനിധികളുള്ള സംസ്ഥാനമുണ്ട്. 2 പേർ രാഷ്ട്രീയ രംഗത്തു നിന്നും 2 പേർ IAS തലത്തിൽ നിന്നും വന്നിട്ടുള്ള അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളുണ്ട്. അവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ ആഫീസിൽ പോയി അവിടെ നിന്ന് തീട്ടൂരം വാങ്ങിച്ചിട്ട് ഇതെല്ലാം വിളിച്ചു പറഞ്ഞാലേ ആ പ്രവൃത്തികളാവൂ എന്ന് എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ ആ ധാരണ അങ്ങേ നയിച്ചു കൊള്ളട്ടെ, എന്നെ നയിക്കേണ്ടതില്ല. ഒന്ന്. മറ്റൊന്ന്, ഇവിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വന്നാൽ പ്രധാനമന്ത്രി രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരികളിലാണ്, ഒരു സംശയവും വേണ്ട. സഖാവ് പിണറായി വിജയൻ്റെ പ്രസംഗങ്ങളായിരുന്നാലും ശരി തന്നെ, CPIM നേതാക്കളുടെ പ്രസംഗങ്ങളായാലും ശരി തന്നെ, ഇനി ഇതിൽ ജിൻഡോയോടായാലും അതല്ല ഇവിടെ ഇപ്പോൾ ഗണേഷിനോടായാലും സമ്പത്തിന് വ്യക്തിപരമായ സ്നേഹവും കാര്യങ്ങളും ഉള്ളത് മറ്റൊരു കാര്യം. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണ്. ആ രാഷ്ട്രീയ നിലപാടുകളെ നമ്മൾ ന്യായീകരിക്കും, ആ രാഷ്ട്രീയ നിലപാടുകൾ അത് നമ്മൾ പ്രസംഗിക്കും, പ്രചരിപ്പിക്കും, അതിനായി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. ആണല്ലോ, അതിലൊരു തർക്കവും ഇല്ലല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഒരു സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെതായ പരിപാടി ഉണ്ട് എങ്കിൽ സ്വാഭാവികമായി ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോവുക, അദ്ദേഹത്തെ യാത്ര അയക്കാൻ പോവുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതെല്ലാം വ്യക്തിപരമായി കാണേണ്ടതൊരു കാര്യമല്ല. 2 ഭരണഘടനാപരമായ ചുമതലകൾ വഹിക്കുന്നത്, ഒന്ന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തലവൻ, മറ്റൊന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലവൻ. അത്തരമൊരു കാര്യത്തിൽ ഒരു ചർച്ചയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞ് ക്യാബിനറ്റ് മാറ്റിവെച്ചിട്ട് അങ്ങനെ പോയി എന്നുള്ളതാണ്.
മന്ത്രിസഭ യോഗം എന്നും കൂടാം, എവിടെ വെച്ചും കൂടാമെന്നുള്ളത്. പിന്നെ ഇവിടെ വേറെ ചില കാര്യം, ഞാൻ പറയാത്ത ചില കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നതിന് ഒരു വലിയൊരു ശ്രമം നടത്തി കേട്ടോ. അത് എൻ്റെ വായിലേക്കൊന്നും കുത്തിത്തിരുവാനായി ശ്രമിക്കണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഒരു ഓർമ്മപ്പശകവുമില്ല. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് പറയാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് പറയരുത്. അത്തരത്തിൽ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ദയവായി പറയുക. അത്തരത്തിലൊക്കെ നമ്മൾ മാന്യരായ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിൽ ചെന്നിരുന്നിട്ട് മറുഭാഗത്തുള്ള ഒരാൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് ധരിപ്പിക്കുന്നത് അതൊരു നല്ല പ്രവണതയല്ല. ഇനിയും ഒരുപാട് ചർച്ചകളിൽ സംവാദങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കാണേണ്ടവരാണ്. അത്തരത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടവരാണ്. രാഷ്ട്രീയമുണ്ട്. ഈ നയപ്രഖ്യാപന പ്രസംഗം എന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ വിഷനാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. ഇത് നടന്ന കാര്യങ്ങൾ, ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നാം ഈ രാജ്യത്ത് നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ച് ഇന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുണ്ട്. കേരളം ഇത് സംബന്ധിച്ചെടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് ഇതിലെ ഖണ്ഡികകളിൽ പറയുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിനെ സംബന്ധിച്ച് ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിലുണ്ട്. അതിലെല്ലാം ഗവർണർക്ക് ഏതെങ്കിലും വ്യത്യസ്ത അഭിപ്രായം എന്നുള്ളതിൻ്റെ അല്ല. പിന്നെ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്ന താളത്തിന് തന്നെ ഗവൺമെൻറ് തുള്ളണം എന്ന് വെച്ചാലേ അത് അങ്ങനെയൊക്കെ നമ്മൾ വാശി പിടിക്കാം. ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. തെരഞ്ഞെടുപ്പ്, അതിൽ ഭൂരിപക്ഷമുള്ളവർ അവരുടേതായ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് നിയമസഭയോട് ഉത്തരം പറയുകയും ജനപ്രതിനിധികൾ ജനങ്ങളോട് ഉത്തരം പറയുകയും ചെയ്യും. സ്വാഭാവികമായി. കെ ഗണേഷ്, ഇന്ന് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് സംസ്ഥാനത്തിന് പെൻഷൻ കൊടുക്കാൻ വേണ്ടി കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ്. അക്കാര്യത്തിൽ അങ്ങനെ കേരളത്തിന് മാത്രമായ ഒരു സാഹചര്യമില്ല, ഈ ഹർജി അടിയന്തരമായി കേൾക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. എന്തായാലും ഹർജി ഫെബ്രുവരി മാസം, അടുത്ത മാസം കോടതി കേൾക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് നോക്കൂ, കോഴിക്കോട് ജില്ലയിലാണ് ഒരു മനുഷ്യൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആളുകൾ, പെൻഷൻ കിട്ടാത്ത ആളുകൾ നരകിക്കുന്ന പ്രശ്നമുണ്ട്. ഇവിടെ പെൻഷൻ കൊടുത്തു വന്നിരുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കപ്പെടുന്ന അവസ്ഥയിൽ നിയമപരമായ പോരാട്ടമുണ്ട്, രാഷ്ട്രീയമായ പോരാട്ടമുണ്ട്. അതിന്റെ അപ്പുറത്തെ സൈഡിൽ നിങ്ങളാണ്. ഈ ഇന്നത്തെ നമ്മുടെ ഞാനത് നോക്കിയായിരുന്നു, നയപ്രഖ്യാപനത്തിലും ഈ സാമൂഹ്യക്ഷേമ പെൻഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ സാമൂഹ്യക്ഷേമ പെൻഷനെ കുറിച്ച് പറയുന്ന, സർക്കാർ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഇതേ സമയത്ത് തന്നെയാണ് നിങ്ങൾ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച എൻ്റെ നാട്ടിൽ തന്നെ കോഴിക്കോട് ഈ ഒരു ആൾ ആത്മഹത്യ ചെയ്ത് പറഞ്ഞുകൊണ്ട് ആ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയം ഇന്ന് കോടതിയിൽ വന്ന സമയത്ത് കോടതി അത് ഫെബ്രുവരി മാസത്തിലേക്ക് മാറ്റിവെച്ചു. ഏകദേശം ബജറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വലിയ പ്രാധാന്യം നഷ്ടപ്പെട്ടു, ആ കേസിനുള്ള പ്രാധാന്യം നഷ്ടപ്പെട്ടു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സർക്കാർ 2 രൂപ ഇന്ധന സെസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ എന്തായിരുന്നു ആ സർക്കാർ 2 രൂപ പറഞ്ഞ സമയത്ത് പറഞ്ഞത്? ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ആ സാമൂഹ്യക്ഷേമ, ഞാനും അഭിലാഷും ഒക്കെ ഈ 2 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് പണം തരുന്നില്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മിസ്മാനേജ്മെൻറ്റ്, ഇത്തരം സർക്കാർ മിസ്മാനേജ്മെൻറ്റ്. ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്ത ഇതേ സംസ്ഥാനത്താണ് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് 1-ാം നിലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് വെക്കുന്നത്, സ്വിമ്മിംഗ് പൂള് നിർമ്മിക്കുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ ആർഭാട ചെലവുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലാണ്. ഇവിടെ വലിയ എന്താ പറയുക, ആഡംബര ബസ് വാങ്ങി കേരളം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഏകദേശം 22% പരാതികൾ മാത്രമേ പരിഹരിച്ചിട്ടുള്ളൂ എന്നാണ്. ഈ വലിയ ദൂർത്ത് നടത്തിയ യാത്ര നടത്തിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളോ ഇതിലും കൂടുതൽ വേഗതയിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. എന്തിനാ പിന്നെ ഈ സർക്കാർ ഇത്ര ആഡംബരമായിട്ടുള്ള ഒരു യാത്ര നടത്തിയത്? ആഡംബര യാത്ര എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യാത്ര, ഒരു രാഷ്ട്രീയ പ്രചരണ യാത്ര, എന്താ പറയുക, ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു രാഷ്ട്രീയ പ്രചരണ യാത്ര നടത്തുകയാണ്. ഇവിടുത്തെ നേരത്തെ സമ്പത്ത് സൂചിപ്പിച്ചു, ഇവിടുത്തെ ജനങ്ങളോടടക്കം ജനങ്ങളോട് ഒരു തരത്തിലും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, ഇവിടുത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കേണ്ട ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത, ആരോടും കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരു സർക്കാർ, ഒരു എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ ഏറാൻ മൂളികളായിട്ടുള്ള കുറേ മന്ത്രിമാരും അതിന് ഒത്ത ഒരു ഉദ്യോഗസ്ഥ വൃന്ദവുമുള്ള ഒരു സർക്കാർ മാത്രമാണ് കേരളത്തിലുള്ളത്. ഇവരുടെ മിസ്മാനേജ്മെന്റ് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാതെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാരണം കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ, എല്ലാ തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ നടന്ന സമയത്ത് കേന്ദ്രത്തിൻ്റെ ധനകാര്യമന്ത്രി വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ സർക്കാരിന്, ഇവിടുത്തെ സർക്കാരിനെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടിക്കുന്ന സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഇവിടെ
കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ ഇവരോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് അവർ വ്യക്തമായ ഉത്തരം ഈ സർക്കാർ കേന്ദ്രത്തിന് കൊടുക്കുന്നില്ല. ഈ കേന്ദ്രത്തിന് കൊടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് ആ പണം ലഭിക്കാത്തത്. എന്നാൽ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ചില സഹായങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്തു. അപ്പൊ ഇത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ പരിധി വർദ്ധിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ഓഫ് ബജറ്റ് ബോറോവിംഗ് ആണ്. ബജറ്റിന് പുറത്ത് പണം കടമെടുക്കുക എന്നുള്ളതാണ്. അതുകൂടി കേരളത്തിന്റെ ബോറോവിംഗ് ലിമിറ്റിലേക്ക് പെടുത്തിയതോടുകൂടിയാണ് കിഫ്ബിക്കും അതുപോലെ തന്നെ ഈ പെൻഷൻ കൊടുക്കുന്ന കമ്പനിക്കും പണം കടമെടുക്കാൻ കഴിയാതെ വന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും പണം കടമെടുക്കുന്നതിന് റെസ്ട്രിക്ഷൻ വന്നതോടുകൂടി അത് പൈസ ഇല്ലാത്ത അവസ്ഥ വന്നത്. ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ തനത് നികുതി വരുമാനം ഈ നയപ്രഖ്യാപനം അനുസരിച്ച് 23.4% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13,600 കോടി ഒരു വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 2022 നിന്ന് 2023 എത്തുമ്പോൾ കേരളത്തിന്റെ തനത് നികുതി വരുമാനം കൂടിയിട്ടുണ്ട്. കേരളത്തിന്റെ റവന്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 18% മാത്രമേ സെൻട്രലിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഉള്ളൂ എന്ന് വരുമ്പോൾ കേന്ദ്രം കേരളത്തിന് തരാനുള്ളതെല്ലാം തരുന്നുണ്ടോ എന്നുള്ളത് മൗലികമായ ഒരു പ്രശ്നമാണ്. നമ്മൾ പല കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ധനകാര്യ കമ്മീഷന്റെ അവാർഡിന്റെ കാര്യത്തിൽ ധനകാര്യ കമ്മീഷൻ കേരളത്തിന് ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷന്റെ അവാർഡ് അനുസരിച്ച് കേരളത്തിന് 1.92% മാത്രമാണ് റവന്യൂ കിട്ടുന്നത് ഡിവിസിബിൾ പൂളിൽ നിന്ന്. മുമ്പ് 3.88 ആയിരുന്നു. വലിയ കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ കുറവ് വന്നിട്ടുള്ളത് തന്നെയാണല്ലോ. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെടുത്തിയിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും എങ്ങനെയാണോ കൊടുക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് കേരളത്തിനോടുള്ള സമീപനം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതേ പ്രശ്നങ്ങൾ ഇല്ലല്ലോ എന്ന് ഇന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ വക്കീൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളും ഒരേ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പദ്ധതികളിലും നിശ്ചിതമായിട്ടുള്ള വിഹിതം കേരളത്തിന് കൊടുക്കേണ്ട വിഹിതം കേരളത്തിന് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇതൊരു വിഷയമാക്കി എടുക്കുകയാണ്. ഞാൻ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ഒന്ന് വ്യക്തമായി പറയുകയാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ കേന്ദ്ര സർക്കാരിന് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ പിന്തുണ ആർജിക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇതിൽ വലിയ ഒരു വിരളി പൂണ്ട ഒരവസ്ഥ ഇവിടുത്തെ CPM-നും അതിൻ്റെ സർക്കാരിനും ഉണ്ട്. കാരണം അപ്പോൾ ആ സർക്കാരിന് അത്ര ഒരു സപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന സമയത്ത് വരാൻ പോകുന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള സമീപനം കേരളത്തിൽ നിന്ന് ഉണ്ടാവുമോ എന്ന ഭയം CPM-നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു, ചങ്ങല കണ്ടു. ഇവിടുത്തെ ചങ്ങലക്കിടേണ്ട DYFIക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ചങ്ങല പിടിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടു. എന്തായിരുന്നു അതിൻ്റെ മുദ്രാവാക്യം? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ BJPക്കെതിരെ എല്ലാ കാലഘട്ടത്തിലും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പ്രധാനപ്പെട്ടത് എന്തായിരുന്നു? ഇവിടെ BJP വന്നാൽ പള്ളി പൊളിക്കേണ്ടി വരും, BJP വന്നാൽ പാകിസ്ഥാനിൽ പോകേണ്ടി വരും, ഇത്തരത്തിലുള്ള സമീപനങ്ങളായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഈ കേരളത്തിലെ ഒന്നും ഏൽക്കുകയില്ല എന്ന് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ വലിയ തോതിൽ പിന്തുണ ലഭിക്കുന്നതിൽ അത്തരം പദ്ധതികളൊന്നും കേരളത്തിൽ ലഭിക്കുന്നില്ല. കേന്ദ്രം കേരളത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ തരത്തിലും കേരളത്തെ നികുതി വരുമാനത്തിൽ ഈ വിഷയം മാത്രമായിട്ട് ചർച്ച ചെയ്യാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പൊ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ തന്നെ ഗ്രാൻഡ് പലപ്പോഴും ബ്രാൻഡിങ് നടത്തുന്നില്ല. ഇപ്പൊ ലൈഫിന്റെ അതായത് PMAY പദ്ധതിയുടെ വിഹിതം പോലും തരുന്നില്ല, കാരണം സർക്കാരിന്റെ ലോഗോ വെക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ എല്ലാം ചർച്ച ചെയ്ത് പോകാൻ ഇന്നത്തെ സമയം നമ്മളെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകാത്തത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സംസ്ഥാന സർക്കാർ ലോഗോ വെക്കുന്നുണ്ട്. ലൈഫ് വീടിൽ ഒരു ലോഗോയും വെക്കുന്നില്ല, ആരുടെ ഒരു ലോഗോയും വെക്കുന്നില്ല. ലൈഫിൽ നോക്കൂ, 75,000 ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കോൺട്രിബ്യൂഷൻ. 3.25 ലക്ഷമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ അടക്കമുള്ള കോൺട്രിബ്യൂഷൻ. അപ്പൊ അവിടെ നമ്മൾ ഒരാൾക്കൊരു വീട് കൊടുക്കുമ്പോൾ അതിനകത്തൊരു ലോഗോ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതല്ലേ, ബ്രാൻഡിങ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതല്ലേ ഒരു നല്ല സമീപനം. അപ്പോൾ ഈ പറഞ്ഞ ബ്രാൻഡിങ് ഇല്ല, ലോഗോ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ. ഇപ്പോൾ UGCയുടെ കുടിശ്ശികയുണ്ട്. ഇങ്ങനെ നമ്മൾ അത് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം സംസാരിക്കാനുള്ള സമയം ഇപ്പോൾ നമുക്കില്ലല്ലോ. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ അടുത്ത 3 മാസങ്ങൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ നറേറ്റീവ് എന്തായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയില്ലെങ്കിലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനൊരു ധനച്ചുരുക്കമുണ്ട്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു. 4 മാസത്തിലധികം ക്ഷേമ പെൻഷൻ മുടങ്ങി. സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. ബില്ലുകൾ മാറാൻ എന്തായാലും കോൺട്രാക്ടർമാർക്ക് കഴിയുന്ന സാഹചര്യമില്ല. ശമ്പളം മുടങ്ങാതിരുന്നാൽ ഭാഗ്യം എന്നുള്ളത് ഇപ്പോഴത്തെ ധനസ്ഥിതി അനുസരിച്ചുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും വലിയ ധനപ്രതിസന്ധി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. ഇലക്ഷന് പോകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്.
കേന്ദ്രമാണ് ഇതിന് കാരണക്കാർ എന്ന് അവർ സ്വാഭാവികമായും സ്ഥാപിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ ആവശ്യം കൂടിയാണ്. അതനുസരിച്ചുള്ള മൂവ്മെന്റ് വരും. അങ്ങനെ അല്ലാന്ന് ഇപ്പോൾ നമുക്ക് പറയാനും പറ്റില്ല. ഇതൊരു ക്രിട്ടിക്കൽ പൊസിഷനാണ്. എനിക്ക് തോന്നുന്നു അടുത്ത മാസമൊക്കെ കേന്ദ്രവിരുദ്ധ സമരത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് CPM വേഴ്സസ് BJP അല്ലെങ്കിൽ കേന്ദ്രം വേഴ്സസ് സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. അഭിലാഷേ, ഒരു സംശയം അക്കാര്യത്തിലില്ല. ഞാൻ അത് എൻ്റെ സംസാരത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ഞാൻ പറയാം. ഒരു കാര്യം എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, ബഹുമാന്യനായ സമ്പത്ത്, താങ്കളെ ഞാൻ ബഹുമാന്യൻ തന്നെയാണ് പറഞ്ഞത്. കാരണം താങ്കൾ ഒരു മുൻ MP ആണ്. താങ്കളുടെ ചർച്ചകൾ ഞാൻ കാണാറുണ്ട്, പ്രസംഗങ്ങൾ കാണാറുണ്ട്. താങ്കൾ വളരെ മാന്യമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ താങ്കളോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ താങ്കൾ എൻ്റെ പ്രായത്തെക്കുറിച്ചിട്ടൊക്കെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. നമ്മുടെ പ്രായം പരിശോധിക്കുന്ന ചർച്ചയല്ല ഈ നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അഭിലാഷിനോ ജിൻഡോ ജോണോ ഗണേഷിനോ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷേ കേരളത്തിന്റെ പൊതുസമ്പത്തിൽ നിന്ന് സമ്പത്ത് എന്ന് പറഞ്ഞ മുൻ MP-ക്ക് അങ്ങനെ 20 ലക്ഷത്തി ചില്ലാൻ രൂപ ആനുകൂല്യം നൽകിക്കൊണ്ട് ഡൽഹിയിൽ ലൈസൺ ഓഫീസറായിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സേവനമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നൽകിയത് എന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം ഞാൻ മേടിക്കുന്ന അരിയിൽ നിന്നുള്ള നികുതി പണത്തിൽ നിന്നും താങ്കൾക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി പറയാൻ താങ്കൾ ബാധ്യതനാണ്. 1.5 വർഷം കൊണ്ട് 20,33,000-ലധികം രൂപ താങ്കൾ കൈപ്പറ്റിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് വീട്ടിലിരുന്നിട്ട് പോലും താങ്കൾ അത് കൈപ്പറ്റിയിട്ടുണ്ട്. നിയമസഭാ ഇലക്ഷന് തൊട്ട് മുമ്പാണ് താങ്കൾ അത് ആ സ്ഥാനത്ത് നിന്ന് മാറുന്നത്. കേരളം വലിയ രീതിയിൽ പ്രളയത്തിന് ശേഷം സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്താണ് താങ്കളെ നിയമിച്ചത്. അന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും കേരള ഗവൺമെന്റും പറഞ്ഞത് കേന്ദ്ര സർക്കാർ പദ്ധതികളും ധനസഹായവും വേഗം നേടിയെടുക്കാനും സംസ്ഥാന സർക്കാരിന്റെ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുവാനുമാണ് ഇദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്കോട് കൂടി ഡൽഹിയിൽ ലൈസൺ ഓഫീസറായിട്ട് നിയമിച്ചതെന്ന. അങ്ങനെയാണെങ്കിൽ അത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അതിന് എൻ്റെ പ്രായത്തെ കുറിച്ചിട്ടല്ല താങ്കൾ പറയേണ്ടത്. എൻ്റെ പ്രായം കുറവോ കൂടുതലായിക്കോട്ടെ, താങ്കൾക്ക് അതിനൊരു മറുപടി ഉണ്ടാകേണ്ടതാണ്. ഇനി ഞാൻ ചോദിക്കുന്ന അടുത്തത് താങ്കൾ പറഞ്ഞൊരു കാര്യം, അതിനോട് കൂട്ടി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഒരു ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തതിന്റെ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. താങ്കൾക്ക് MP പെൻഷൻ ഉണ്ടായിരിക്കുമ്പോഴാണ് താങ്കൾക്ക് പ്രത്യേക നിയമനം നൽകിയത്. ഇവിടെ കർഷകർക്ക് കൊടുക്കുന്ന നെല്ലിന്റെ പണം കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്നുള്ള രാഷ്ട്രീയ വിഷയം, സാമ്പത്തിക ശാസ്ത്രപരമായിട്ടുള്ള വിഷയം, തർക്കം നമുക്കത് നടത്താം. പക്ഷെ കേരള സർക്കാർ എന്ത് ചെയ്തു? നിങ്ങൾ 8 വർഷം മുമ്പ് പറഞ്ഞില്ലേ LDF വരും എല്ലാം ശരിയാക്കുമെന്ന്. അന്ന് നിങ്ങൾ പറഞ്ഞോ കേന്ദ്രം കൂടി കനിഞ്ഞാലേ എല്ലാം ശരിയാക്കുള്ളൂ എന്ന്? നിങ്ങൾ കണ്ടീഷൻ അപ്ലൈ എന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാക്കണം. കേന്ദ്ര അവഗണനയുടെ പേരിൽ മാത്രം നിങ്ങൾക്ക് ഒളിച്ചു കടക്കാൻ പറ്റില്ല. നിങ്ങൾ സാമ്പത്തിക രംഗത്ത് കേരളത്തിൽ എന്ത് ചെയ്തു? നിങ്ങളുടെ ധൂർത്തും കെടുകാര്യസ്ഥയും പിൻവാതിൽ നിയമനങ്ങളും ഇത്തരത്തിലുള്ള പാർട്ടി നിയമനങ്ങളും മൂലം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചില്ലേ? എന്നിട്ട് കേരളത്തിൽ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുകൂടി നിങ്ങൾ പറയണം. നിങ്ങളുടെ നികുതി ഘടന പരിഷ്കരിച്ചോ? എത്രത്തോളം നികുതി കളക്ട് ചെയ്തിട്ടുണ്ട്? കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉത്തേജിപ്പിക്കുന്ന എത്ര നടപടികൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്? എത്രത്തോളം വലിയ പ്രോജക്റ്റുകൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്? 1,60,000 കോടി രൂപ സാമ്പത്തിക കടബാധ്യത കേരളത്തിനുണ്ടായിരുന്നു 2016 വരെ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ 2016 വരെ ഉണ്ടായത് 4 ലക്ഷത്തിലധികം കോടി രൂപയായിട്ട് കേരളത്തിന്റെ സാമ്പത്തിക കടബാധ്യത കൂടിയിട്ടുണ്ടെങ്കിൽ ആ 2 ലക്ഷം കോടി രൂപ എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചതെന്ന് പറയണ്ടേ? ഒരു വൻകിട പ്രോജക്റ്റ് കേരളത്തിൽ വന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും വൻകിട പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്തോ? 1ാം പിണറായി സർക്കാരിന്റെ പ്രോജക്റ്റ് എന്ന് പറയാൻ അഭിമാന സ്തംഭത്തോടെ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ പണം ചെലവഴിച്ചത്? എന്താണ് നിങ്ങൾ നടത്തിയത്? നിങ്ങളുടെ പിൻവാതിൽ നിയമനങ്ങൾക്കുള്ള ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ടിക്കാരെ കുടുംബശ്രീ ക്യാൻറ്റീൻ തൊട്ട് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക തസ്തികയിൽ വരെ നിങ്ങൾ നിയമിച്ചില്ലേ? പാവപ്പെട്ട ആളുകൾ പെൻഷൻ കിട്ടാതെ മരണപ്പെടുന്ന ഒരു കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനെന്ന് പറഞ്ഞുകൂടാ. അഭിലാഷ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്തോട് വിവേചനമുണ്ട്. കർണാടകയോടുണ്ട്, തമിഴ്നാടിനോട്, ബംഗാളിനോടുണ്ട്, നിരവധി സംസ്ഥാനങ്ങളോടുണ്ട്. പക്ഷെ അവിടെ ഒന്നും പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ആളുകൾ മരണപ്പെടുന്നില്ല. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ, സർക്കാർ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ കോടതിയിൽ പോകുന്നില്ല, മണ്ണ് കൊണ്ട് ഓണസദ്യ ഉണ്ടെന്നില്ല. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ കേരള സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ തിരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾ. എനിക്ക് ഒറ്റ ഒരു ചെറിയ ശ്രീ സമ്പത്തിന്റെ മറുപടിയോടുകൂടി ഞാൻ ഇടവേളയിലേക്ക് പോവാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നോക്കൂ, ശ്രീ സമ്പത്ത്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ള പ്രോഗ്രാമുകളായിരുന്നു ഈ ക്ഷേമ പരിപാടികൾ. അപ്പൊ ക്ഷേമ പെൻഷൻ എല്ലാ കാലത്തും അഭിമാനത്തോടെ ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളാണ്. ഇപ്പൊ നോക്കൂ, 4 മാസമായിട്ട് ക്ഷേമ പെൻഷൻ ഇല്ല. പെൻഷൻ കിട്ടേണ്ട ആളുകൾ പിച്ചച്ചട്ടിയെടുത്ത് സമരം ചെയ്യുന്നത് തൊട്ട് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരെ വന്നു ചേരുന്നു. നോക്കൂ, ക്ഷേമത്തിലാണ് ഈ കുറവ് വരുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് അവരോട് കോപ്പറേറ്റീവ് ഫെഡറലിസം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടാനുള്ളത്
കിട്ടിയില്ലെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്ന് പാറ്റൂരിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറി. ആ ഓട്ടോ ഡ്രൈവർ എൻ്റെ അടുത്ത് പറയുകയാണ്, ജീവിക്കാൻ പറ്റുന്നില്ല സാറേ, നോക്കൂ 350 രൂപയായിരുന്നു എനിക്ക് കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ 1450 രൂപയാണ്. ഞാൻ അടുത്ത മാസം മുതൽ കട്ട് ചെയ്യാൻ പോകണം, എനിക്ക് ഇനി ഇരുട്ടത്തിരുന്നാലും കുഴപ്പമില്ല, ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടണ്ടേന്ന്. അപ്പോൾ ഈ നിലയ്ക്ക് ജനങ്ങൾ ഇവിടെ ദുരിതം അനുഭവിക്കുന്നു, ക്ഷേമ പെൻഷൻ പോലും കിട്ടുന്നില്ല. ഇതിനൊക്കെ നിങ്ങൾ എന്ത് മറുപടിയാ പറയാ? ഞാൻ ജിൻഡോ ഈ ചില കാര്യങ്ങളിങ്ങനെ ചോദിച്ചത്, നമ്മളിപ്പോൾ ഈ സമയ ചുരുക്കം കൊണ്ട് അത് മുഴുവനും പറഞ്ഞപ്പോൾ ജിൻഡോയെ പഠിപ്പിക്കാനായിട്ട് കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ജിൻഡോയുടെ നേതാക്കൾ നിയമസഭയിലുണ്ട്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ. ഒന്ന് അവരോട് നിയമസഭയിൽ ചോദ്യം ചോദിച്ചിട്ട് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരിൽ നിന്ന്, അല്ല പൊതുഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയതുകൊണ്ട് അങ്ങനെ നിയമസഭയിൽ തന്നെ അത് വരുമ്പോൾ അതെല്ലാം റെക്കോർഡിൽ തന്നെ അങ്ങനെ വന്നോട്ടെ, അത് അങ്ങനെ തന്നെ ആകുന്നതായിരിക്കും നല്ലത്. എന്താണ് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ജനപ്രതിനിധിയോട് ചോദിക്കുന്നത് പോലെ ഇത്തരമൊരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിന് അങ്ങനെ അവർ മറുപടി പറയുന്നത് പോലെ വന്നിരുന്ന മറുപടി പറയുന്നതിന് ഞാൻ ഉൾപ്പെടെ അത്തരം ജോലികൾ ചെയ്തവരെ സംബന്ധിച്ച് അതിന് ചില സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ട്. ആരെയാണ് കണ്ടത്, എന്താണ് ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട് നേടിയത്, ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ LDF ഗവൺമെൻറ് ഒന്നും ചെയ്ത്, നമ്മുടെ ചർച്ചയിൽ നിന്ന് കുറേ വഴിമാറി അങ്ങ് പോവുകയാണ് ഈ കാര്യം. ഞാനല്ല വഴിമാറ്റി കൊണ്ടുപോകുന്നത്, എങ്കിലും ചോദിച്ച ചോദ്യങ്ങൾക്ക് ചില കാര്യങ്ങൾ മറുപടി പറഞ്ഞില്ല. സ്വാഭാവികമായി നമ്മുടെ ചർച്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് യൂട്യൂബിലെല്ലാം കയറിയിട്ട് ഇങ്ങനെ കണ്ടം വഴി ഓടിയല്ലോ, കാണാനില്ലല്ലോ, ഇതൊക്കെയാണല്ലോ പിന്നെ അതിനകത്ത് വരിക. ഈ ചർച്ചയല്ലല്ലോ വരുന്നത്. അതിങ്ങനെ അതവിടെ ആ വിധത്തിൽ അത് നടന്നോട്ടെ. അത് നമ്മളെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ ഈ നാഷണൽ പവർ ഗ്രിഡ് ഉണ്ടല്ലോ, അവരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് ഇനി ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എങ്ങനെ നമ്മൾ ഈ സെൻട്രൽ പൂളിൽ നിന്ന് ആ വൈദ്യുതി നമുക്ക് ലഭ്യമായത്? ഇപ്പോൾ അഭിലാഷ് പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഇന്ത്യയിൽ പവർ കട്ടില്ലാത്തൊരു സംസ്ഥാനത്തിൻ്റെ പേര് പറയും. ഇന്ത്യയിൽ പവർ കട്ടില്ലാത്തൊരു സംസ്ഥാനം എന്നുള്ളത് കേരളം തന്നെയാണല്ലോ നമ്പർ 1 ആയി നിൽക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി വന്നാൽ അതിനെ സംബന്ധിച്ച് പല ആളുകളും പറയുകയുണ്ട്, ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമേ അല്ല, ഇതിവിടെ നടക്കില്ല, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളൊന്നുണ്ടായി. അവിടെ പൈപ്പ് ലൈൻ ഇടുന്നതിനെതിരായി അത്തരത്തിൽ വലിയ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും കുട്ടികളെയും രംഗത്തേക്ക് നിങ്ങളാരും ഒന്നല്ല, ഞാൻ ഈ പറഞ്ഞ അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചു കളയരുത്. ജനങ്ങളെ തെറ്റിദ്ധാരണ നൽകി അത്തരത്തിൽ അങ്ങനെ ഞാൻ ഇടപെട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ആരും സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ആ ഒരു മാന്യത നമ്മളെല്ലാവരും പുലർത്തണമല്ലോ. നമുക്കുള്ള സമയം നമ്മളങ്ങനെ വിനിയോഗിച്ചാൽ മതി. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നമുക്ക് അത് നടത്താൻ കഴിഞ്ഞു. ഇന്ന് തെക്കേറ്റത്ത് തിരുവനന്തപുരം വരെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിയില്ലേ? തീരുന്നില്ലല്ലോ. ഇന്ത്യയിൽ നാഷണൽ ഹൈവേയുടെ ഇന്നിപ്പോൾ കേരളത്തിന് NH 66-ൻ്റേതാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്നത്. പഴയ ഈ NH 47 പിന്നെ അങ്ങനെ പല നാഷണൽ ഹൈവേയിലല്ല, അതിൻ്റെ നമ്പറുകൾ പലതല്ല. ശ്രീ നിതിൻ ഗഡ്കരി പങ്കെടുത്തുകൊണ്ടുള്ള യോഗം, ആ യോഗത്തിൽ അദ്ദേഹം കേരള സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പറയണ്ടേ, പിണറായി സർക്കാരിനെ അദ്ദേഹം അഭിനന്ദിച്ചു, ഇത് അങ്ങനെ പാടില്ലാത്തതാണ്. ശ്രീ നിതിൻ ഗഡ്കരി, ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 5 തവണ ഡൽഹിയിൽ ഈ കാര്യത്തിന് വേണ്ടി വന്നത്, ഉദ്യോഗസ്ഥരെ വിളിച്ചിരുത്തിയിട്ട് അവിടെ വെച്ച് ശകാരിക്കുകയുണ്ടായി. ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് ശ്രീ വിജയൻജി 5 തവണ വന്നു. പിറ്റേ ദിവസം മുതൽ 4 ദിവസക്കാലം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസം അന്ന് രാത്രിയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവുണ്ടാകുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം 25% തുക അങ്ങോട്ടേക്ക് കൊടുക്കണം ഇന്ത്യ ഗവൺമെൻറ്റിന്. വേറെ ഏത് സംസ്ഥാനമാണ് ഇത് കൊടുക്കുന്നത്? അത് കൊടുത്താൽ പോലും നമുക്ക് യാത്ര ചെയ്യണമെന്നുള്ളത് 4 ദിവസം 5 ദിവസം മുമ്പ് പുറത്തിറങ്ങിയ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ 1-ാമത്തെ പേജിൽ കേരളത്തിൻ്റെ ഈ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുണ്ട്. നമ്മളെല്ലാം വായിച്ചില്ലേ ഈ കാര്യത്തിൽ? ഇവിടെ ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ചുള്ളത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികൾ ആദ്യം ആരംഭിച്ചതും മുന്നോട്ട് കൊണ്ടുപോയതും കേരള സർക്കാർ തന്നെയാണ്. ഓർമ്മയുണ്ടോ? 1980-82 സഖ VK നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കർഷക തൊഴിലാളികൾക്ക് ആദ്യമായി ഇന്ത്യയിൽ 45 രൂപ പെൻഷൻ നൽകുന്ന കാലത്ത് നമ്മളെ പലരെയും പഠിപ്പിച്ച നമ്മുടെ അധ്യാപകർ പലരും പെൻഷൻ പറ്റിയ അധ്യാപകർ ഉൾപ്പെടെ പറയുകയുണ്ടായി, ഇറ്റ്സ് എ ഷിയർ വേസ്റ്റ് എന്നാണ് പറഞ്ഞത്. അന്ന് സഖ നായനാർ പറഞ്ഞൊരു മറുപടിയുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. 16-19 മാസക്കാലം കുടിശ്ശിക ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ ശരിയാണ് 3 മാസം അല്ലെങ്കിൽ 4 മാസം കുടിശ്ശിക എന്നുള്ളത് ആ കുടിശ്ശിക ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 50% സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രി, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി, ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ന് എത്ര വിഹിതമാണ് നൽകുന്നത്? അത് നൽകാതിരിക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ഇത്തരം ചില കാര്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണ്ടേ? അവിടെ BJP, കോൺഗ്രസ്, UDF, LDF എന്നുള്ളതല്ല. ശരി, ചർച്ച അവസാനത്തെ 30 സെക്കൻഡിലാണ്. ശ്രീ K ഗണേഷ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങയുടെ അവസരം.
നേരത്തെ ഈ ലോഗോ വെച്ചതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ലൈഫ് മിഷന്റെ ഇതിൽ അഭിലാഷനെ കാണാം, വീടിന്റെ മുകളിൽ ലോഗോ വെച്ചിട്ട് ആ പാവങ്ങളുടെ ചിത്രം വരെ വെച്ചിട്ടാണ് ഇവിടെ അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെന്തും കാണിക്കാം എന്ന സമീപനം അത് ശരിയല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതാ 25% പണം കൊടുത്തു, വലിയ നല്ല സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ഇതേ നിതിൻ ഗഡ്കരി പാർലമെന്റിൽ പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. ഇതേ നിതിൻ ഗഡ്കരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ പിന്നെ ഗെയിൽ നടപ്പിലാക്കിയതിനെ കുറിച്ച് പറഞ്ഞു. ഗെയിൽ നടപ്പിലാക്കിയതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഗെയിലിനെതിരെ സമരം ചെയ്തത് ആരായിരുന്നു? ഗെയിലിനെതിരെ സമരം ചെയ്തത്, ഇവിടുത്തെ ദേശീയപാതയ്ക്കെതിരെ സമരം ചെയ്തത് എന്ന കാര്യങ്ങളും കൂടി സമ്പത്തിനെ പോലെയുള്ള ഒരു MP, മുൻ ജനപ്രതിനിധി ആയിരുന്ന ഒരാൾ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ജനങ്ങളെല്ലാം മറന്നുപോകും എന്ന് വിചാരിക്കരുത്. ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ സമയം അവസാനിച്ചു. പല ഘട്ടങ്ങളിൽ പല ആളുകളാണ് സമരം ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത ചർച്ചകളിൽ അത്തരം കാര്യങ്ങൾ കൂടുതലായി സംസാരിക്കാം. വളരെ നന്ദി എൻ്റെ 3 പ്രതിനിധികൾക്കും. സൂപ്പർ റൗണ്ട് അവസാനിക്കുന്നു. നമസ്കാരം.